പട്ടിണി കിടന്നിട്ടും വയറ് കുറയുന്നില്ലേ? ടേസ്റ്റ് ഇല്ലാത്ത സാലഡും പുഴുങ്ങിയ ഭക്ഷണം കഴിച്ച് മടുത്തെങ്കിൽ ഡയറ്റ് ചെയ്ത് വിശന്ന് കഷ്ടപ്പെടാണ്ട് വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 2 സൂപ്പർ സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനിവിടെ 4 മുതൽ 5 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് പൊതിർത്ത് വെക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡും വേറൊരു ബൗളിൽ ചേർത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ പൊതിർന്നു വരും. രണ്ടും നല്ലപോലെ പൊതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സ്മൂത്തി റെഡിയാക്കി എടുക്കാം. ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് ആദ്യം പൊതിർത്ത് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സിൽ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ മണിക്കൂറുകളോളം നമുക്ക് വിശപ്പില്ലാണ്ട് വയറ് നിറഞ്ഞു നിൽക്കാൻ സഹായിക്കും. ജോലിക്ക് പോകുന്നവർക്കും സമയം ഒട്ടുമില്ലാത്തവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇൻസ്റ്റന്റായി ഇതുണ്ടാക്കാൻ സാധിക്കും. ഒട്ടും പഞ്ചസാര ഇല്ലാണ്ടാണ് ഞാൻ ഈ ഓട്സിന്റെ സ്മൂത്തി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കാം. ചിയാ സീഡ്സിൽ ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൈ ഇൻ സൊല്യൂബിൾ ഫൈബറും പ്രോട്ടീനും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് വിശപ്പില്ലാണ്ട് നിൽക്കാനും സഹായിക്കും. ഞാനിവിടെ 1 കപ്പ് സ്കിംഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക്. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഞാനിവിടെ 1 കപ്പ് സ്ട്രോബെറിയും 1 കപ്പ് ആപ്പിളും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. മധുരത്തിന് വേണ്ടി 1-2 ഡേറ്റ്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാലറീസ് ഇനിയും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്മൂത്തിയിൽ പാലിന് പകരം ഇളനീരിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളവും ചേർത്താൽ മതിയാവും. ഓട്സും ഫ്രൂട്ട്സും ചിയാ സീഡ്സും ഒക്കെ ചേർത്ത സ്മൂത്തിയിൽ വളരെ വലിയ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കുടിക്കുമ്പോൾ മണിക്കൂറുകളോളം നമ്മളെ ഫുള്ളായി വെക്കാനും വയറ് കുറയ്ക്കാനും അനാവശ്യമായ ക്രേവിങ്സ് ഒഴിവാക്കാനും സാധിക്കും. നമ്മുടെ സ്ട്രോബെറി ഓട്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഡേറ്റ്സ് ഒന്നും വേണമെന്നില്ല. നല്ല സ്ട്രോബെറിൻ്റെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മധുരം കൂടി അതിലുണ്ടാകും. ആവശ്യത്തിന് ഫൈബറും പ്രോട്ടീനും കിട്ടുകയും കൂടെ തന്നെ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ കലോറി കുറവുമാണ് ഇതിന്. അടുത്ത സ്മൂത്തി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഓട്സും ചിയാ സീഡ്സും അതേ അളവിൽ ഞാൻ പൊതിർത്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമല്ല, പക്ഷേ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്മൂത്തിയിൽ ഓട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിലില്ലേ അതുകൂടി പൊതിർത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ചിയാ സീഡ്സ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഇടാണ്ട് മാക്സിമം പൊതിർത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇതിൽ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ദഹനം വളരെ എളുപ്പമാകാനും ഇത് സഹായിക്കും. ഞാനിവിടെ സ്മൂത്തിയിൽ ആപ്പിളാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൾ ഒരു ദിവസം 1 വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ക്രേവിങ്സ്, അതായത് ഈ ഷുഗർ ക്രേവിങ്സോ സ്നാക്സ് കഴിക്കാനോ ജങ്ക് ഫുഡ്സ് കഴിക്കാനോ ഒക്കെ നമുക്ക് മാക്സിമം തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ എപ്പോഴും നമുക്ക് ഡൈജഷൻ സ്ലോ ആയിട്ടാണ് നടക്കുക. അപ്പം നമുക്ക് വയറ് ഫുള്ളായിട്ട് തോന്നും. ഓട്സും ചിയാ സീഡ്സും ഒക്കെ നല്ലപോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സിൻ്റെ പച്ചച്ചോയ ഇതുപോലെ കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായി കുക്കാക്കിയിട്ട് അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ പൊതിർത്ത് വെച്ചാലും മതിയാവും. ചിയാ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളാക്കി ആപ്പിൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്ത് നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ട് വരാം. നമ്മൾ ആപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് ഇത് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കും. വയറ് ഫുള്ളായി കിടക്കുകയും ചെയ്യും. ഇടയ്ക്കുള്ള സ്നാക്സ് ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും.
ഞാനിവിടെ കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം വാട്ടർമെലൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഈ 2 സ്മൂത്തികളിലും ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡയറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.